ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മേഘാസ് വ്ലോഗ്സ്. അപ്പോൾ കുറേ കാലമായിട്ട് എൻ്റെ വീഡിയോസിൻ്റെ താഴെയൊക്കെ ഷോർട്സിൻ്റെ താഴെ വന്നിട്ട് കുറേ പേര് മെസ്സേജ് അയക്കാറുണ്ട്. അതായത് BSc ഓണേഴ്സ് അഗ്രികൾച്ചറിലെ പഠിക്കുന്ന, അപ്പോൾ അതിനെപ്പറ്റി വീഡിയോസ് ചെയ്യാമോ, ടഫാണോ, എളുപ്പമാണോ, അങ്ങനെ പറ്റി കുറേ ഒരു ഡൗട്ട് പോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതുവരെയും എൻ്റെ ഈ കോഴ്സിനെ പറ്റിയിട്ട് വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾ ചെറിയ ചെറിയ എന്തൊക്കെയാണ് ചെയ്യുന്നത് അങ്ങനത്തെ ഉള്ള ചെറിയ ചെറിയ വീഡിയോസാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം BSc ഓണേഴ്സ് അഗ്രികൾച്ചർ, അപ്പം അത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം പറയാം. അതായത് ഞാനൊരു 4th ഇയർ സ്റ്റുഡൻ്റാണ്, അമ്പലവയൽ കോളേജിലാണ് പഠിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും എൻ്റെ ഒരു പെർസ്പെക്റ്റീവായിരിക്കും ഞാൻ കാര്യങ്ങളെല്ലാം പറയുന്നത്. കാരണം ഒരു BSc ഓണേഴ്സ് അഗ്രികൾച്ചറിനെ പറ്റി പറയുമ്പോൾ ഫസ്റ്റ് തിങ് നമ്മൾ അറിയേണ്ടതെന്ന് വെച്ചാൽ അതൊരു 4 ഇയർ കോഴ്സാണ്. ഈ 4 ഇയർ കോഴ്സ് കേരളത്തിൽ മെയിനായിട്ടും 4 കോളേജസ് ആയിരിക്കും വരുന്നത്. അതിൽ ആദ്യം വരുന്നത് ട്രിവാൻഡ്രം വെള്ളായണി വരുന്നുണ്ട്, പിന്നെ വെള്ളാണിക്കര തൃശ്ശൂർ വരുന്നുണ്ട്, പിന്നെ പഠനക്കാട് കാസർഗോഡുള്ള കോളേജ് വരുന്നുണ്ട്, അതുപോലെ അമ്പലവയൽ വയനാടും കോളേജ് വരുന്നുണ്ട്. ഈ ബേസിക്കായിട്ട് 4 ഗവൺമെൻറ് കോളേജസ് ആണ്. വേഗത്ത് ഒരു കോളേജും കൂടെ സ്റ്റാർട്ടായിട്ടുണ്ട്. പക്ഷേ അത് കംപ്ലീറ്റ് ഗവൺമെൻറ് ബേസ്ഡ് കോളേജ് അല്ല, കുറച്ച് മാർക്ക് കുറവാണ്. ഇപ്പോൾ കീമിൻ്റെ റാങ്കൊക്കെ വരുമ്പോൾ കുറച്ച് മാർക്ക് കുറവാണ്. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് അഗ്രികൾച്ചർ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് യു ക്യാൻ ഓപ്റ്റ് ഫോർ ദിസ് കോട്ടയത്തെ കോളേജ് ചൂസ് ചെയ്യാം. അപ്പോൾ ഫീ സ്ട്രക്ചറിലായിരിക്കും ആക്ച്വലി മെയിൻ വ്യത്യാസം, അല്ലാതെ പഠിത്തത്തിൻ്റെ കാര്യത്തിൽ വേറെ വ്യത്യാസമൊന്നും അവിടെ വരലില്ല. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ അഡ്മിഷൻ ബേസ് ചെയ്ത കാര്യമാണ്. അപ്പോൾ അഡ്മിഷൻസ് ഇപ്പോൾ ഞാൻ പഠിച്ചു വന്ന ടൈമിൽ ഞാൻ കീം എഴുതിയിട്ടുണ്ടായിരുന്നു, ഞാൻ ഐക്കർ എഴുതിയിട്ടില്ലായിരുന്നു. അപ്പം കീം വഴിയാണ് ഞാൻ ഈ കോളേജ്, റാങ്കൊന്നും എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, അത് വെച്ചിട്ടാണ് എനിക്ക് ആക്ച്വലി ഈ കോളേജിൽ ഞാൻ ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്തിരുന്നത് വെള്ളായണിയും സെക്കൻഡ് ഓപ്ഷൻ വയനാടുമായിരുന്നു വെച്ചിരുന്നത്. അപ്പോൾ എനിക്ക് ആദ്യം വയനാട്ടിൽ വന്നുകൊണ്ട് ഞാൻ വയനാട് ചൂസ് ചെയ്തു, ഇവിടെ വന്നു. ഓക്കെ, അതാണ് അതിൻ്റെ അഡ്മിഷൻ പ്രൊസീജിയർ. പക്ഷേ ഇപ്പം ഐക്കർ വഴിയും നമുക്കിവിടെ അഡ്മിഷൻ സ്റ്റാർട്ടായിട്ടുണ്ട്. കാരണം ഞാൻ വന്ന സമയത്ത് ഇവിടെ ഐക്കർ അക്രഡിറ്റേഷൻ ഇല്ല, പക്ഷേ ഇപ്പോൾ ഐക്കർ അക്രഡിറ്റേഷൻ ഉണ്ട്. അപ്പോൾ ഐക്കർ എക്സാം വഴിയും ഈ കോളേജിലോട്ട്, അതായത് നമ്മുടെ കോളേജ് അമ്പലവയൽ കോളേജിലേക്ക് വരുന്നുണ്ട്. ബാക്കി എല്ലാ കോളേജസിലും ഐക്കർ അക്രഡിറ്റേഷൻ ഓൾറെഡി ഉള്ളതുകൊണ്ട് തന്നെ അവിടെ എല്ലാം ഐക്കർ വഴി നമുക്ക് അഡ്മിഷൻ പോകുന്നുണ്ട്. ഓക്കെ, ഇനി കോഴ്സിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ചെയ്യാനാണെങ്കിൽ അത്യാവശ്യം കണ്ടത്തിലൊക്കെ ഇറങ്ങി നന്നായിട്ട് പണിയെടുക്കണം. അല്ലാതെ നമുക്ക് ചുമ്മാ ഒരു ലാഘവത്തിൽ അങ്ങ് വിടാൻ പറ്റില്ല, പണിയെടുത്തേ പറ്റത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹെക്റ്റിക്കായിട്ട് നമ്മൾ അങ്ങ് ഇറങ്ങി അങ്ങനെയല്ല. ബട്ട് സ്റ്റിൽ നമ്മൾ തൂമ്പയെടുക്കണം, വെട്ടണം, മണ്ണ് ചെളിയിൽ കൈയിടേണ്ടി വരും, ചെളിയിൽ കാലിടേണ്ടി വരും, അങ്ങനത്തെ കുറേ അധികം കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അപ്പോൾ ഫസ്റ്റ് തന്നെ അത് ഞാൻ പറയാം, അതൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ വരിക. കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടുക എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്, ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് താല്പര്യമുണ്ട്. ഇപ്പോൾ അങ്ങനെ നേച്ചറുമായിട്ട് കുറേ അധികം കാര്യങ്ങൾ ബന്ധപ്പെട്ട് ചെയ്യാനാണെങ്കിൽ ദിസ് കോഴ്സ് ഇസ് എ മസ്റ്റ്. അങ്ങനെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് അടിപൊളി ഒരു ഓപ്ഷൻ ആയിരിക്കും. കാരണം കുറേ ഇപ്പം ഞങ്ങളുടെ സിലബസിൽ നിന്ന് മാറിയിട്ടുണ്ട്, അതായത് കൂടുതൽ പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആക്കി. പ്രാക്ടിക്കൽ ഓറിയൻറ്റഡുള്ള ഗുണമെന്ന് വെച്ചാൽ കൂടുതലും നമുക്ക് ഈ പറയുന്ന ഫീൽഡിലൊക്കെ ഇറങ്ങാം, നമുക്ക് കർഷകരുമായിട്ട് കൂടുതൽ ബന്ധപ്പെടാം അങ്ങനെ. അപ്പോൾ പക്ഷേ റാങ്ക് കാര്യങ്ങളൊന്നും കൂടാതെ മെയിനായിട്ടും പിള്ളേർ ഈ ഒരു ഇത് ഓപ്റ്റ് ചെയ്യുന്നത് ഈ മെഡിസിൻ കിട്ടാത്തതുകൊണ്ടായിരിക്കുന്നത്. ഇപ്പം ഞാൻ അങ്ങനെയായിരുന്നു ഇതിലോട്ട് വന്നത്, കാരണം മെഡിസിൻ ആയിരുന്നു ഫസ്റ്റ് പ്രിഫറൻസ്, കിട്ടിയില്ല. അപ്പോൾ നേരെ അഗ്രികൾച്ചർ എന്ന് പറയുന്ന ഒരു ഇത് വന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ അറിഞ്ഞൊരു വെരി വണ്ടർഫുൾ കാര്യം എന്താണെന്ന് വെച്ചാൽ 2 ട്രിപ്പ്, അതായത് ഒരു നോർത്ത് ഇന്ത്യ ട്രിപ്പും ഒരു സൗത്ത് ഇന്ത്യ ട്രിപ്പും. അത് തന്നെയാണ് ഈ കോഴ്സിൻ്റെ മേജർ അട്രാക്ഷൻ. കാരണം കമ്പൽസറി ട്രിപ്പാണ്, നമ്മൾ പാരൻസിന് വിട്ടേ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ 2 ട്രിപ്പിന് പോകരുത്. ചുമ്മാ കറങ്ങൽ ട്രിപ്പല്ല, കറക്കവും പഠിത്തവും എല്ലാം കൂടെ ചേർന്ന ഒരു ട്രിപ്പാണ്. അതിൻ്റെ ഇത് കമ്പൽസറി ട്രിപ്പാണ്. അത് മാത്രമല്ല കുറച്ചൊരു എമൗണ്ട് നമുക്ക് ഇവിടുന്നത് ഗവൺമെൻറ് ബേസ് ചെയ്തിട്ട് ഉള്ള കോളേജസ് ആയതുകൊണ്ട് തന്നെ ഇങ്ങോട്ടേക്ക് കിട്ടുകയും ചെയ്യും. അങ്ങനെ ഒരു സംഭവമാണ് ഞാൻ പഠിക്കുക. അതും വൺ ഓഫ് ദ മേജർ അട്രാക്ഷൻ ഓഫ് ദിസ് കോഴ്സാണ്. ഇനി നമ്മുടെ മെയിനായിട്ട് കോഴ്സിനെ പറ്റിയിട്ട് ഞാൻ പറയാം. മൊത്തം നമുക്ക് വരുന്നത് 8 സെമസ്റ്റേഴ്സാണ്. ഈ 8 സെമസ്റ്റേഴ്സിൽ 6 സെമസ്റ്റേഴ്സിൽ നമ്മൾ പഠിച്ച് പരീക്ഷ എഴുതി പാസ്സാവേണ്ടത് അനിവാര്യമാണ്. പ്രാക്ടിക്കൽ ഉണ്ട്, തിയറി ഉണ്ട്, വൈവ ഉണ്ട്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഈ 6 സെമസ്റ്റേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും അങ്ങനെ പോവുകയും ബാക്കി 2 സെമസ്റ്റേഴ്സ് ഒരു ഇൻറ്റേൺഷിപ്പ് അല്ല, പക്ഷെ ഒരു വർക്ക് എക്സ്പീരിയൻസ് പോലെ. ഇപ്പം ഞാൻ ആ ഒരു ഇതിലാണ്. അപ്പം റൂറൽ അഗ്രികൾച്ചർ വർക്ക് എക്സ്പീരിയൻസും ELP, ഇങ്ങനെ 2 സംഭവങ്ങളുടെ വരുമ്പോഴാണ് നമ്മുടെ കോഴ്സ് ആക്ച്വലി കംപ്ലീറ്റ് ആവുന്നത്. 7-8 സെമസ്റ്റേഴ്സ് ആകുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് ആവും. ഓക്കെ, അപ്പോൾ ഈ 6 സെമസ്റ്റേഴ്സിൽ നമ്മൾ പഠിക്കുന്നതെന്ന് വെച്ചാൽ ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും നമ്മൾ പഠിക്കുന്നത്. ഇപ്പോൾ ഓരോ ക്രോപ്സിനെ പറ്റി പഠിക്കുന്നത് ഇഷ്ടംമാതിരി ക്രോപ്സ് ഉണ്ട്. ഞാൻ വെറുപ്പിക്കുകയല്ല, ഡിഗ്രി കോഴ്സാണ്, ബട്ട് ഡെഫിനറ്റ്ലി പഠിക്കാനുണ്ട്. അപ്പോൾ ഏത് ഡിഗ്രി കോഴ്സായാലും നല്ല രീതിയിൽ പഠിക്കാൻ കാണും, അത്രയും തന്നെ ഇതിലേ ഉള്ളൂ. വൺസ് നമ്മൾ ആ ട്രാക്കിലേക്ക് കയറി കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നമ്മൾ അങ്ങോട്ടേക്ക് പൊക്കോളും. അതാണ് ഇതിൻ്റെ ഒരു സംഭവം. അതിപ്പം ഈ കോഴ്സ് എന്നല്ല, എല്ലാ കോഴ്സും അങ്ങനെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇങ്ങനെ സ്റ്റഡി ടൂർസ് ആണ് കേട്ടോ, അത് വൺ ഓഫ് ദ മെയിൻ അട്രാക്ഷൻ. ഇപ്പോൾ വയനാട് ആയതുകൊണ്ട് തന്നെ ഇവിടെ കുറേ അടുത്ത് ഊട്ടിയിൽ പോകാം, മൂന്നാറിൽ പോകാം, ഇവർ തന്നെ കൊണ്ടുപോകുന്നുണ്ട്. അത് ചുമ്മാ കറക്കമല്ല കേട്ടോ, അവിടുത്തെ ഓരോ റിസർച്ച് സ്റ്റേഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ കാണാനായിട്ട് പോകുന്നുണ്ട്. ആൻഡ് ദാറ്റ് ഇസ് സംതിങ് ഗ്രേറ്റ്. കാരണം നമുക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ട്രിപ്പൊക്കെ വരുമ്പോൾ നമുക്കൊരു ആ
മടുപ്പ് ആ മുഷിവ് അങ്ങ് മാറിക്കിട്ടും. അങ്ങനത്തെ ഒരു സംഭവമാണ് ആക്ച്വലി നമുക്ക് ഈ അഗ്രിയിൽ പഠിക്കുന്നത്. ഓക്കെ, നൗ ദ സെക്കൻഡ് തിങ്. അപ്പോൾ ഫസ്റ്റ് 2-6 സെമസ്റ്റേഴ്സ് ഇങ്ങനെ തന്നെ ആയിരിക്കും. പാടുള്ള സബ്ജക്ട്സ് ഉണ്ട്, എളുപ്പമുള്ള സബ്ജക്ട്സ് ഉണ്ട്, സ്കോർ ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റ് ഉണ്ട്, സ്കോർ ചെയ്യാൻ പറ്റാത്ത സബ്ജക്റ്റ് ഉണ്ട്. അപ്പം ഇതൊക്കെയാണ് എനിക്ക് BSc ഓണേഴ്സ് അഗ്രികൾച്ചറിനെ പറ്റി പറയുന്നത്. ജസ്റ്റ് ഒരു ചെറിയ വീഡിയോ ആണ്. ഞാൻ ഇനി എന്തെങ്കിലും ഒക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിലോ നിങ്ങൾക്ക് ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പം അത് വെച്ചിട്ട് ഞാൻ എൻ്റെ വീഡിയോസ് കുറച്ചും കൂടെ മെച്ചപ്പെടുത്തിയിട്ട് ഇടാം. ഇപ്പോൾ എനിക്ക് കിട്ടിയൊരു ഇതെന്ന് വെച്ചാൽ BSc ഓണേഴ്സിനെ പറ്റിയിട്ട് ചെറിയൊരു വീഡിയോ ചെയ്യാമോ എന്നായിരുന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിക് സാധനങ്ങളെന്ന് പറയുന്നത്. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിനെപ്പറ്റി അറിയണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീണ്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ അത് വെച്ചിട്ട് എൻ്റെ ഇത് വെച്ച് ഞാൻ അന്വേഷിച്ച് കുറച്ചും കൂടെ നല്ല നല്ല വീഡിയോസ് നിങ്ങളുടെ മുമ്പിലേക്ക് ഇടാം. പക്ഷേ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ.